മുതിർന്ന നേതാക്കള് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. വിഷ്ണുനാഥ്, ഇവരെയൊക്കെ തന്നെ കാണാൻ കഴിയും. വിജയശ്രീ ലാളിതനായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ഹലോ 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 ഏതാ ഷാഫിയെ സംബന്ധിച്ചോളം ഷാഫിയുടെ രാഷ്ട്രീയ ഗുരു ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി അങ്ങനെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പദവി അലങ്കരിച്ച് MLA ആകുന്ന ഇപ്പോൾ ഇതാ MP കൂടി ആകുമ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് എത്തുകയാണ്. ഷാഫി പറമ്പിൽ പള്ളിയിൽ ദർശനം നടത്തി പ്രവർത്തകരൊക്കെ തന്നെ അത്യന്തം ആവേശത്തോടുകൂടി ഷാഫിയെ സ്വീകരിച്ചു. PC വിശ്വനാഥും ചാണ്ടി ഉമ്മനുമാണ് ഒപ്പമുള്ളത്. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന യുവ നേതാവാണ് PC വിശ്വനാഥും ഷാഫി പറമ്പിലും ഒക്കെ. ഇവർ രണ്ടുപേരും ഒപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ഒരു ഫ്രെയിമിൽ വടകരയിലെ വലിയ വിജയത്തിന് ശേഷം UDF സംസ്ഥാനത്ത് നേടിയ വലിയ വിജയത്തിന് ശേഷം പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള യാത്രയാണ് എന്നാണ്. പിറകിലായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ. അതെ, ഓർമ്മയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക തന്റെ വിജയം, താൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി ആയിരിക്കും. അത് എല്ലാ തവണയും അങ്ങനെയായിരുന്നു എന്ന് ഷാഫി പറയാറുണ്ട്. പക്ഷേ ഇത്തവണ ആ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. കല്ലറയിൽ സന്ദർശനം നടത്തുകയാണ് ഷാഫി വിജയത്തിന് ശേഷം. ബാക്കിലോട്ട് നിൽക്കണേ. ചാണ്ടി ഉമ്മനും PC വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ്. എത്രത്തോളം അങ്ങനെ ഒരു അനുഗ്രഹത്തിന് ഷാഫി പറമ്പിൽ മനസ്സുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇന്നലെ വടകരയിൽ നിന്ന് വലിയൊരു വിജയം സ്വന്തമാക്കിയാൽ ഇന്ന് രാവിലെ സ്വാഭാവികമായി മാധ്യമ മണ്ഡലത്തിലേക്കാണ് സാധാരണഗതിയിൽ പോവേണ്ടത്. അവിടെ ഇന്ന് തന്നെ എത്തിച്ചേരേണ്ട ആവശ്യകതയും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയതിനു ശേഷം തിരികെ വരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടെങ്കിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ആ കാര്യത്തിന് കൊടുക്കുന്നു എന്നുള്ളത് കൂടി ദൃശ്യമാണ്. ഉമ്മൻചാണ്ടിയായിരുന്നു എല്ലാ കാലവും രാഷ്ട്രീയ ഗുരു. എപ്പോഴും എല്ലാ വിജയത്തിലും പാർട്ടി പദവികളൊക്കെ ലഭിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു ആശീർവാദം ഈ പറഞ്ഞ നേതാക്കൾക്കൊക്കെയും PC വിഷ്ണുനാഥ് ആയാലും ഡീൻ കുര്യാക്കോസ് ആയാലും T സിദ്ദീഖ് ആയാലും ഷാഫിയൊക്കെ ആയാലും അങ്ങനെ ഉമ്മൻചാണ്ടി കൈപിടിച്ചുയർത്തിയ ഒരുപാട് നേതാക്കന്മാർ ഭാവിയുടെ വാഗ്ദാനങ്ങളായുണ്ട്. അങ്ങനെ ഇപ്പോൾ വടകരയിൽ നിന്നും കൂടുതൽ അത്യന്തം വിജയത്തോടുകൂടി ലക്ഷം ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് വരികയാണ്. അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു ഷാഫി പറമ്പിൽ. വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് തീർച്ചയായും. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വാത്സല്യമുള്ള പിന്മുറക്കാർ ആയിരുന്നു ഇവരൊക്കെയും. അങ്ങനെ വൈകാരികമായി തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലേക്ക് എത്തുകയാണ് ഷാഫി പറമ്പിൽ. മെഴുകുതിരി കത്തിച്ചു.
പുഷ്പങ്ങൾ അർപ്പിച്ചു. ഹാരം ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ അണിയിച്ചു. ഉന്മേഷ് വേണു എനിക്ക് സൈനോട്ടനെ കണ്ട് പഠിക്കണമെന്നാണ്. KC ജോസഫ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് സമീപം ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മനും PC വിഷ്ണുനാഥുമൊക്കെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരൊക്കെ അത്യന്തം ആവേശത്തോടുകൂടി ഷാഫി പറമ്പിലിനെ വരവേൽക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്.